നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഈ മലയാള ഭൂമിയിൽ സമൂഹത്തിൽ നിന്നു ഞാൻ ഭരിച്ചതാണിക്കഥ ഒക്കെ പകർത്താൻ കഴിഞ്ഞിരുന്നില്ല നമസ്കാരം. ഒരു വേദിയിൽ ഒരു കഥ പറയുക, പിന്നെ പാട്ടുപാടുക, അഭിനയിക്കുക, അതിലൂടെ പ്രേക്ഷകരെ തന്നിലേക്ക് എത്തിക്കുക വലിയൊരു കലാരൂപമാണ്. അതൊരു ചെറിയ സമയമല്ല, ഏകദേശം 2 മണിക്കൂറോളം കഥാപ്രസംഗം. പുതിയ തലമുറയ്ക്ക് ഏറെ പരിചിതമില്ലാത്തൊരു കല. ഒരു കാലഘട്ടത്തിൽ മലയാള ദേശത്തിൽ നിരവധി വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ കല. മലയാളത്തിൻ്റെ ലോക മലയാളികളുടെ ഹൃദയത്തിൽ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ വേഗം ഓടി വരുന്ന ഒരു നാമധേയമുണ്ട്, ഇടക്കൊച്ചി സലിംകുമാർ. അതിന് കുറേയധികം പിന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ പിതാവ് പ്രഭാകരൻ സാർ. അതിനുശേഷമുള്ള ഒരു തലമുറ അദ്ദേഹത്തിൻ്റെ മകൾ സനീഷ. ഒരുപക്ഷെ കഥാപ്രസംഗ മേഖലയിൽ നിന്നല്ല മറ്റൊരു കലാമേഖലയിലും ഇങ്ങനെ ഒരു 3 തലമുറയെ കൂട്ടിവെച്ചുള്ള ഒരു കുടുംബം ഉണ്ടാകില്ല. ആ സന്തോഷത്തിലാണ് ചാനൽ 91. ഇടക്കൊച്ചി സലിംകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. 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 അപ്രതീക്ഷിതമായാണ് സാർ ഞങ്ങളിലേക്ക് എത്തപ്പെട്ടത്. വലിയ സന്തോഷമുണ്ട്. കുറേയധികം ദിവസങ്ങളായി സാറിനോടൊപ്പം ചേരുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വേദിയിൽ ഒരു ഒറ്റയാൾ സമരം തന്നെയാണ് കഥാപ്രസംഗം. അതിനകമ്പടിയായി മറ്റു വാദ്യമേളങ്ങളൊക്കെ എത്തുമെങ്കിലും ഇത്രയധികം സമയം അഭിനയത്തിലൂടെ ഈ പ്രേക്ഷകരെ എത്തിക്കുക എന്നത് ഒരു ഗംഭീര പ്രയത്നമാണ്. സാർ, ഇന്ന് കഥാപ്രസംഗം അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് സാറിൻ്റെ വിലയിരുത്തൽ? കഥാപ്രസംഗം അപ്രത്യക്ഷമായി എന്ന് പറയുന്ന പദത്തോട് യോജിപ്പില്ല. മനുഷ്യന് കഥ കേൾക്കാനും പാട്ട് കേൾക്കാനുമുള്ള ജന്മസിദ്ധമായ ആഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കലയ്ക്ക് നിലനിൽക്കുന്നതാണ്. അതെൻ്റെ ഒരു അടിയുറച്ച തീരുമാനമാണ്. കഥാപ്രസംഗ കലയുടെ പ്രാരംഭം കുറിക്കുന്നത് അന്ധകാര ജടിലമായ ഒരു ലോകത്താണ്. അവിടെ അറിവില്ലായ്മയുടെ വിളനിലമായി നിന്നൊരു സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അന്നത്തെ കഥാപ്രസംഗം. അന്നവർക്ക് കേൾക്കേണ്ട ആവശ്യകതയുണ്ട്. പുതിയ കാലത്ത് നേരത്തെ ചോദ്യത്തിൻ്റെ പരിസമാപ്തി എത്തിച്ചേരുന്ന അവിടെയാണ്. പുതിയ കാലത്ത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ബാധ്യതയൊന്നും ആ സമൂഹത്തിനില്ല. അവർക്ക് പൊതു സ്വാതന്ത്ര്യത്തോട് വഴി നടക്കാം, വസ്ത്രം ധരിക്കാം, അക്ഷരം വായിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ക്ഷേത്രപ്രവേശനമുണ്ട്. അങ്ങനെയുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇല്ലാത്തൊരു നവകാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേക്കും ഈ കലയുടെ ആവശ്യം അത്രത്തോളം അവർക്കില്ല. സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി മാത്രമായിരുന്നു കഥാപ്രസംഗം ആ കാലഘട്ടത്തിൽ. ശരിയായ നവോത്ഥാന പ്രവർത്തനത്തിൽ പങ്കുചേർന്ന ഒരു കലാരൂപം തന്നെയായിരുന്നു കഥാപ്രസംഗം, തർക്കമില്ല. സാർ വിപ്ലവകാരിയാണോ? ഞാൻ വിപ്ലവാശയങ്ങളാണ്, ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ. വലതുപക്ഷക്കാരും BJP-ക്കാരും ഒന്നും ഈ ഒരു കലയിൽ ഇല്ല എന്നാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അവരും ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളാണ്, ഇതിനെ പ്രോത്സാഹനം നൽകുന്നവരാണ്. BJP-ക്കാരായാലും അതുപോലെ തന്നെ UDF-ൻ്റെ പ്രവർത്തകരായാലും അവരങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യകതയൊന്നുമില്ല. ശരിക്കും താല്പര്യത്തോടു കൂടി തന്നെ കഥാപ്രസംഗത്തെ കേൾക്കുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിസം നിന്ന് നിരനിന്ന് പറഞ്ഞ കാഥികരാണ് ഇടക്കൊച്ചി പ്രഭാകരനും V സാംബശിവനും കടാമംഗലും. ജയിലിൽ കിടന്നിട്ടുണ്ട്. ഉണ്ട്. നമുക്കറിയാമല്ലോ, 20-ാം നൂറ്റാണ്ട് അവതരിപ്പിക്കുമ്പോഴേക്കും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട കാലം. അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന ജനത്തിന് ഈ പറഞ്ഞ അവശത അനുഭവിക്കുന്ന അധസ്ഥിത ജനസമൂഹമാണ്. അവനൊരു മോചനം ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെ കഥ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു കലാകാരനിലേക്ക് ദൃഷ്ടി നട്ട അവരുടെ നേതാവാണ് അദ്ദേഹം. അവർക്ക് സാരഥ്യമായിരുന്നു. അവർക്ക് അറിവും വെളിച്ചും എല്ലാം പകർന്ന ഒരു അദ്വിതീയമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അവരോടുണ്ടായിരുന്നത് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ആ വരവേൽപ്പ് അവർക്കുണ്ടായി. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നിന്നുകൊണ്ട് നേരത്തെ ചോദിച്ച വിപ്ലവകാരി എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് കഥ പറയാൻ പറ്റാത്ത സമൂഹമാണ്. സാർ, ഈ ഒരു മിനിറ്റ് പോലും എങ്ങും ശ്രദ്ധയില്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ കാലം. അങ്ങനെ ഒരു കാലത്തെ 2 മണിക്കൂർ കഥ ഒരിക്കലും ആകർഷിക്കില്ല. എന്തുകൊണ്ടാണ് സാർ ഈ ഒരു പുതിയ തലമുറ ഒരു യുവജനോത്സവം പ്രഹസനം എന്നതിനുമപ്പുറം കഥാപ്രസംഗത്തെ പാടെ മറന്നു ജീവിക്കുന്നത്?
അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ പുതിയ തലമുറയ്ക്ക് ഈ കഥാപ്രസംഗം കേട്ടിട്ട്, കാരണം നമ്മൾ സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ ഒരുങ്ങാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാങ്കേതിക വികസനത്തിൻ്റെ ഭാഗമായി അവൻ സോക്രട്ടീസ് നേരെ പഠിച്ചിരിക്കുകയാണ്. അവന് നമ്മുടെ മുൻപിൽ വന്നിട്ട് ഇനി സോക്രട്ടീസിനെ കുറിച്ച് ഇയാൾ വലിയ പണ്ടപ്പരപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിമ്മിക്കുകൾ കാണിക്കാൻ കഥാപ്രസംഗത്തിനൊന്നുമില്ല. സാധ്യതയില്ല. അന്ന് തുടങ്ങിയ 24 തുടങ്ങിയ മേശയുടെ നടക്കുക തന്നെയാണ് ഞങ്ങളിപ്പോഴും. പരാജയ കാരണമല്ലേ? തീർച്ചയായിട്ടും. സംശയമുണ്ടോ? ഇതെന്താ ഒരു മാറ്റം എന്തിനാ ഇല്ലാത്തത്? സർവ്വതും മാറിയില്ല ഇവിടെ. എന്ത് കഥാപ്രസംഗം മാറാത്തത്? കഥാപ്രസംഗം ഈ 2 മേശ അപ്പുറവും ഇപ്പുറവും ഹാർമോണിയം, തബലിസ്റ്റ്, പുറകിൽ ഗിത്താറോ ക്ലാറിനെറ്റോ, അതിന്റെ സെന്ററിൽ നിന്ന് കാഥികൻ. ഇവൻ വരക്കുന്ന ലോകം വലുതാണ്. അവൻ ആകാശത്തിന്റെ അനന്തതയിലേക്ക് കൊണ്ടുപോകും, കടലിന്റെ നല്ല ഗായകൻ കൂടിയായിരിക്കും. സാറിപ്പോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യവേളകളിൽ, ഇടവേളകളിൽ അദ്ദേഹം മനോഹരമായി പാട്ട് പാടും. അത് ആ കാലം. ഇപ്പൊ അതുമില്ല. ഇപ്പൊ നേരെ കഥ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 2 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ. അത് വെച്ചിട്ട് സാർ ഈ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നതിന് അങ്ങ് ക്ഷമിക്കണം. ഈ 1.5-2 മണിക്കൂറിനെ നമുക്ക് ചുരുക്കി, കഥകളി പോലും ചുരുങ്ങി സാർ. 2 മണിക്കൂറിൽ കഥ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ഇന്നുള്ള മസിൽ പിടുത്തമൊക്കെ മതിയാക്കി നമുക്കൊരു 1 മണിക്കൂറിൽ കഥ പറഞ്ഞാൽ കുറെ കൂടെ സജീവമാവില്ലേ? ഇത് വളരെ നേരത്തെ മുതലേ ആലോചിച്ചുകൊണ്ട് ഇപ്പൊ പുതിയ കഥ അവതരിപ്പിക്കുന്ന കൂട്ടത്തില് നിലമ്പൂർ ഐഷയുടെ കഥ 1 മണിക്കൂറാണ്. നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടില്ലേ കേട്ടോ, സാറിനെ ഇവിടെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിലമ്പൂർ ഐഷയുടെ കഥ 1 മണിക്കൂറാണ്. ആളുകൾക്ക് അത് മതി. 1 മണിക്കൂർ അതിന്റെ അപ്പുറത്തേക്ക് ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പൊ പുതിയ കഥ തയ്യാറാക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ട ശ്രീനാരായണീയർ എന്നോട് ആവശ്യപ്പെട്ടത് 1 മണിക്കൂർ ഗുരുദേവന്റെ കഥ. 1 മണിക്കൂറിൽ തീരുന്നല്ലോ? അല്ല, ഒരിക്കലും അല്ലല്ലോ. എത്രയോ വിഷയങ്ങൾ അദ്ദേഹത്തിലൂടെ പോകാനുണ്ട്. പക്ഷെ 1 മണിക്കൂറിൽ ഒതുങ്ങിയിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് മതി എന്നുള്ളത്. അത് ആസ്വാദ്യകരമായിട്ട് കഥാപ്രസംഗകൻ എന്ന നിലയിൽ നിങ്ങളിലൂടെ വരും എന്ന് ഞങ്ങൾക്ക് ശക്തമായിട്ട് അറിയാം. 1 മണിക്കൂറിൽ ഒരുക്കിക്കോളൂ, അതിനുള്ള വേദികൾ ഉണ്ടാവും. കലാമണ്ഡലം ഗോപിയാശാൻ വരെ ഇത് ഞാൻ പറയുന്നതാണ്. കഥാപ്രസംഗത്തിന് ഈ ഹാർമോണിയം, തബല, മറ്റു ഇൻസ്ട്രുമെന്റ് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഥാപ്രസംഗത്തിൽ പരിവേഷം വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗത്തിൽ ഇപ്പം നമ്മൾ ഒരു തീവണ്ടി പോകുന്നു, ഞങ്ങളാകെ ചെയ്യുന്നത് സൈൻ പേപ്പർ എടുത്തിട്ട് ഈ ശബ്ദം കൽപ്പിച്ച് ട്രെയിൻ പോകുന്നു ആണല്ലോ. നേരെ ഒരു കാർ ക്രാഷ്, സിമ്പിൾ അടിക്കും. ഇടിവെട്ടി, സിമ്പിൾ അടിക്കും. കടലിലേക്ക് തിരമാല അടിച്ചു കയറുന്നു, സിമ്പിൾ അടിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിഷയം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കാഥികന്റെ പറച്ചിലിൽ ആ രംഗവിധാനങ്ങളിലേക്ക് ജനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഇഫക്റ്റിലൂടെ. ഞാനെന്ത് ചെയ്യുന്നു വെച്ചാൽ 96 ആയപ്പോഴേക്കും ഈ കാർ ക്രാഷ് നേരെ ശബ്ദം റെക്കോർഡിങ് ചെയ്തു. നേരെ ട്രെയിൻ പോകുന്നു, ട്രെയിനിന്റെ ശബ്ദം, അവിടുത്തെ അനൗൺസ്മെന്റ്, ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. യുവർ അറ്റൻഷൻ പ്ലീസ്, ദ ലാൻഡിംഗ് ദിസ് എയർപോർട്ട് ഷോർട്ട്ലി. ബോംബെയിൽ നിന്നൊരു ഫ്ലൈറ്റ് വന്ന് എയറോഡ്രോമിൽ ലാൻഡ് ചെയ്യുന്നു, അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മ്യൂസിക് റെക്കോർഡിങ്, ഇങ്ങനെയുള്ള സംവിധാനം, നാടകം പോലെ ഒരു ചെറിയ പരിവേഷം ഇതിന് വന്നപ്പോഴേക്കും അത് 30 വർഷമായിട്ട് ഇപ്പൊ സ്വീകാര്യമാണ്. എനിക്ക് സ്വീകാര്യമാണ്, എന്നെ സ്വീകാര്യമാണ്. എനിക്ക് മറ്റുള്ളവർ അനുകരിച്ചില്ല, പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതിന് ഇത്തിരി മ്യൂസിക് സെൻസും അളവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, കഥാപ്രസംഗത്തിന് അഭിനയം, ഭാഷ, ഹാസ്യം, സംഗീതം, ഇത്തരം വൈവിധ്യ ഘടകങ്ങളെല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഭവമാണ്. അവൻ ശ്രുതിബദ്ധമായിട്ട് പാട്ട് വേണം. ഈ പുതുതായി ഇതിലേക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു സാങ്കേതിക കാര്യം ഇതുകൂടിയാണ്. അതാണ് ആയിരിക്കാം. ഈ ഗംഭീരമായ ഉജ്ജ്വലനായ ഒരു കലാകാരന് മാത്രമേ വേദിയെ അടക്കി ഭരിക്കുവാൻ. തീർച്ചയായും അതിനൊരു ശബ്ദ ഗരിമയുണ്ട്, അവതരിപ്പിക്കുമ്പോഴേക്കുള്ള ഫോഴ്സ് ഉണ്ട്. കഥാപാത്രം ഏതാണോ പ്രത്യക്ഷപ്പെടുന്നത്, ഹിറ്റ്ലർ രംഗവേദിയിലേക്ക് വരികയാണ്. ഹിറ്റ്ലറിനെ കുറിച്ചൊന്ന് ഒരു വേദിയെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചൊരു കഥയായിരുന്നല്ലോ. അതായത് ഹിറ്റ്ലർക്ക് എന്റെ രജത ജൂബിലി കഥയായിരുന്നു. 25 വർഷത്തെ കഥ, 25ാമത്തെ മറന്നിട്ടില്ല. അല്ല, ഞാൻ പറയായിരുന്നു ഹിറ്റ്ലറിനെ വന്നിട്ട് ഏയ് ഇങ്ങോട്ട് വന്നിട്ടേ അവരെല്ലാം തൂക്കിക്കൊല്ലുക എന്ന് പറയാൻ ഹിറ്റ്ലർ പറഞ്ഞാൽ പറ്റില്ല. അതാണ് ഹെർമൻ ഗോറിങ്, റോമൽ, വിളിക്കവരെ. എവിടെ കമ്മ്യൂണിസ്റ്റുകൾ, എവിടെ പ്രൊട്ടസ്റ്റന്റുകൾ, അവരെല്ലാം കൽത്തുറങ്ങിലടക്കൂ. ആ ഒരു ചാർജിങ് ആണ്, പവറാണത്. അതിപ്പോ നമ്മൾ ഒരുങ്ങാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഹിറ്റ്ലറുടെ വേഷം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ ആയിരിക്കും അവിടെ. ഒരു ഏകാധിപതി നമ്മൾ അവതരിപ്പിച്ചാൽ അതിൻ്റെതായ ഭാവ തനിമ ഫേസിൽ വരും, ശബ്ദത്തിൽ വരും. അപ്പോഴേക്ക് ജനം ഇങ്ങനെ വിഭ്രമിച്ച് ജനങ്ങളിരിക്കും നമ്മുടെ മുഖത്ത് നോക്കി. അവൻ്റെ ചലനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ സാംബശിവൻ സാർ പറഞ്ഞൊരു കഥയുണ്ട്. കഥ പറയുമ്പോൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അധ്യാപക ഗുരുക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ജനസഹസ്രം നമ്മൾ കഥ അവതരിപ്പിക്കുകയാണ്.
അവിടെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പറച്ചിലിൽ വീഴ്ച സംഭവിച്ചു പോയാൽ അവൻ തീപ്പെട്ടിയെടുത്ത് കത്തി ബീഡി കത്തിക്കും. ശ്രദ്ധ പോയി, അവൻ പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. പോയി. അവൻ അനക്കരുത്, അവൻ തീപ്പെട്ടിയെടുത്ത് ഇങ്ങനെ ഇരിക്കണം. അതെ, അടുത്ത രംഗം അവനൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത രംഗത്തേക്ക് നമ്മളെയും കൊണ്ട് പോകണം. അതാണ് അദ്ദേഹത്തിൻ്റെ. അത് നമ്മൾ ശരിയായ രീതിയിൽ സ്വായത്തമാക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെയാണ് കഥകൾ. ഇപ്പോൾ 10-60ഓളം കഥകൾ ഇപ്പോൾ ഈ 47 വർഷത്തിൽ അവതരിപ്പിച്ചാണ്. പലർക്കും പുതിയ കഥകൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അവരെല്ലാം സാംബസാർ പറഞ്ഞ നീസിയും സാംബസാർ പറഞ്ഞ ഒഥല്ലോയും ഇത് മാത്രമായിട്ട് അവർ പോകാൻ അവരാഗ്രഹിക്കുകയാണ്. എൻ്റെ പുതിയ കഥ പറയേണ്ട കാലമല്ലേ ഇത്? തീർച്ചയായും. ഈ യുവജനങ്ങളുടെ ഈ പറഞ്ഞ ഈ 30 വയസ്സിൽ താഴെയുള്ളവർ കഥാപ്രസംഗം കേൾക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു കലകൾ കേൾക്കാൻ വരുന്നില്ല. ശോഷണം കഥാപ്രസംഗത്തിന് മാത്രമല്ല, എല്ലാ കലാരൂപങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? സിനിമയ്ക്ക് സംഭവിച്ചില്ലേ? നാടകത്തിന് സംഭവിച്ചില്ലേ? നാടകത്തിന് നല്ലൊരു തിരിച്ചുവരവുണ്ട് സാർ. ഉണ്ട്. ഞാൻ പറയാം, കാലഘട്ടം ഈ ഒരു സീസണിലും ഇപ്പോ നമ്മുടെ നാടകമേളകളായാലും ഉത്സവങ്ങളായാലും ഞാൻ ഏകദേശം ഈ ഒരു സീസണിൽ ഉത്സവം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഞാനൊരു 16 നാടകങ്ങൾ കണ്ടു. 16 നാടകം കാണാൻ പോയിടത്തും സൂചി കുത്താൻ സ്ഥലമില്ലാത്ത അപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനൊരിക്കലും ഒരു കലയെ വിമർശിക്കുന്നതല്ല. ഡബ്ബാങ്കുത്ത് പാട്ടുകളിൽ നിന്നും ഗാനമേളകളിൽ നിന്നും ഈ ഡിജെക്ക് യുവജനങ്ങളെ ഇങ്ങനെ വല്ലാതെ അടക്കി ഭരിക്കുന്നുണ്ട്. ഡിജെ അതിൽ നിന്നുമൊക്കെ ഒരു ഗൗരവമുള്ള കലയിലേക്കുള്ള ഒരു യാത്രയുണ്ട്. മിമിക്രി താരങ്ങൾ വന്നത് കഥാപ്രസംഗത്തിന്റെ പിന്തുടർച്ചയാണ്. അവരൊറ്റയ്ക്ക് നിന്നിട്ട് ഈ കണ്ട ജനത്തിനും തല പൊങ്ങില്ല ചിരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇടക്കൊച്ചി പ്രഭാരൻ, കടാമംഗലവും ഇടക്കൊച്ചി പ്രഭാരൻ എന്ന് സാർ പറയുമ്പോ ഇടക്കൊച്ചി സലിം സാറിന്റെ പിതാവാണ് ഇടക്കൊച്ചി പ്രഭാരൻ സാർ. മലയാള കഥാപ്രസംഗ രംഗത്ത് നിരവധി അടയാളങ്ങൾ ഉണ്ടാക്കി കടന്നുപോയ ഒരു സാർ. അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയത് തന്നെയല്ലേ? സംശയമില്ല. ചെറു ബാല്യം മുതലേ ഈ സംഗീതത്തിന്റെ റിഹേഴ്സൽ റൂട്ടിലല്ലേ ഞാൻ വളർന്നതും പച്ചപിടിച്ചതും. സാർ, കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സാംബശിവന്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. പക്ഷെ ഞാനതുമായി കണക്ട് ചെയ്ത് ചോദിക്കുന്നത്, മറ്റു മാധ്യമങ്ങളൊന്നും ശക്തമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ടല്ലേ സാംബശിവൻ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത്? സാംബശിവന്റെ ശ്രദ്ധയിലുപരി ഒരു ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് വളർന്നു വന്ന കലാകാരനാണ്. ജനദുഃഖം ശരിക്കും ബാല്യം മുതലേ കണ്ടറിഞ്ഞ, സ്വയമേവ അനുഭവിച്ചറിഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് വി സാംബശിവൻ. പക്ഷേ ജനങ്ങളുടെ ജീവിത തുടിപ്പുകൾ പച്ചയാർന്ന് ആവിഷ്കരിക്കാൻ പറ്റിയ കലാരൂപം, അതിൻ്റെ പുതിയ ദിശാമുഖത്തിലേക്ക് എത്തിയ കഥാപ്രസംഗമായിട്ട് സഞ്ചരിച്ചപ്പോഴേക്കും അദ്ദേഹത്തെ ശ്രവിക്കുവാൻ ആളുകളുണ്ടായി. ആമുഖമായിട്ട് പറഞ്ഞ വാക്കുകൾ അങ്ങേക്കറിയാൻ പറ്റും. എനിക്ക് തുടർ പഠനത്തിന് ആവശ്യമുണ്ട്, പണമില്ല, എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ? വളരെ ദയനീയമായ ചോദ്യം ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഈ കലാകാരിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള അറിഞ്ഞിട്ട് തന്നെയാണല്ലോ. അങ്ങനെ നേരെ ജനങ്ങൾ സംഭാവന നൽകാനും അദ്ദേഹം ഉജ്ജ്വലമായി കഥ അവതരിപ്പിക്കാനും പറഞ്ഞ കൂട്ടത്തിൽ കവിത്രയ കാവ്യങ്ങൾ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അതിൽ മാത്രം കഥാപ്രസംഗ കല 24 മുതൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും 49 രംഗവേദിയിലേക്ക് വരുന്ന വി സാംബശിവൻ, അദ്ദേഹം ദേവതയാണ് പറഞ്ഞ മലയാള കഥ ചങ്ങമ്പുഴയുടെ ശേഷം പറഞ്ഞത് വിശ്വസാഹിത്യത്തിലേക്ക് പോകായിരുന്നു. അത് മലയാളികൾ സ്വീകരിച്ചു എന്നുള്ളത്. അതാ അതിലപ്പുറം ഇവിടെയുള്ള മലയാള സാഹിത്യത്തിനപ്പുറത്തേക്കുള്ള പുതിയ പ്രമേയങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം. അവര് കണ്ടപ്പോഴേക്കും അവരുടെ മുമ്പിൽ ഒഥല്ലോ, അവരുടെ മുമ്പിൽ അവൻ നിത്യവും കാണുന്ന കഥാപാത്രങ്ങളെ പോലെയല്ലേ അവതരിപ്പിച്ചത്. എമീലിയ, ഡെസ്ഡെമന, കാഷ്യോ, ഇയാഗോ, ഇവരൊക്കെ നമ്മുടെ മുൻപിലുള്ള ആ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അത്ര പച്ചയായ ആവിഷ്കരണം അദ്ദേഹത്തിലൂടെ വന്നപ്പോഴേക്കും വിശ്വസാഹിത്യമല്ല, അവർക്ക് തൻ്റെ നാട്ടിലൊരു കഥ പോലെ അവർ ശരിക്കും അദ്ദേഹത്തെ. സാർ, വേദിയിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ 14 ജില്ലകളിലും അങ്ങ് കഥയുമായി പോയി. തീർച്ചയായും അതിന് പുറത്തും, കേരളത്തിന് പുറത്തും, ഇന്ത്യക്ക് പുറത്തും ഒക്കെ പോയിട്ടുണ്ട്. സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയിലുണ്ടോ? ആഹ്ലാദകരമാണ് അവതരിപ്പിച്ച വേദികളിലെല്ലാം. കാരണം ഈ അവതരിപ്പിച്ച കഥകളൊന്നും ഫെയിലിയർ ആയിട്ടില്ല. അവതരിപ്പിച്ചത് അവർക്ക് 100% ഗ്രിപ്പോടുകൂടി തൃപ്തികരമായി നമുക്ക് വേദി വിട്ടിറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ആയ കാലത്ത്, കഥാപ്രസംഗത്തിൻ്റെ ആ പുഷ്കല കാലത്തുള്ള ജനത്തിൻ്റെ ഒരു ആധിക്യമൊക്കെ ആഹ്ലാദം ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ പുതിയ കാലത്ത് ചെല്ലുമ്പോഴേക്കുള്ള ഇത് തമ്മിൽ സമരസപ്പെടുത്തി നോക്കുമ്പോഴേക്കും പുതിയ കാലം ദുഃഖം ജനിപ്പിക്കുന്നു. കാരണം അവിടെ ഉള്ളത് ആ സൗണ്ടുകാരൻ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല.
അവൻ നേരെ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവൻ ഇരുന്നേ പറ്റൂ. ജോലിയാണ്. ചെണ്ടമേളക്കാരൻ അവിടെ ക്ഷേത്രത്തിൻ്റെ ആഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവനും വന്നിരിക്കണം. ഞാനൊരു കലാകാരനാണ്, ആ നിൽക്കുന്ന ഒരു കലാകാരനാണ്, പോയി മുമ്പിൽ ഇരുന്ന് കൊടുക്കാം എന്നുള്ള മനസ്ഥിതിക്ക് അവനും വന്നിരിക്കും. അല്ലാതെ ഒരു ഓഡിയൻസ് സെക്രട്ടറിയുടെ കുടുംബങ്ങളോ പ്രസിഡന്റിൻ്റെയോ ക്ഷേത്രാഘോഷവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അല്ലാതെ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ഒരു പരിപാടി എന്നാൽ പോകാൻ പറ്റാത്ത ഒരു ജനത വളരുന്ന നാട്ടിൽ ഇപ്പോഴത്തെ ജനത്തെ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ഇതെന്തേ, എങ്ങനെ സംഭവിച്ചു? സംഭവിച്ചതിൻ്റെ ഒരു പരിധിവരെ കാരണക്കാർ ഞങ്ങൾ കഥാപ്രസംഗകരെ ഏറ്റെടുക്കണം ആ കുറ്റം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവതരണത്തിൻ്റെ എന്തെങ്കിലും വൈപുല്യത കുറവ് കൊണ്ടായിരിക്കുമല്ലോ ഇവർ വരാത്തത്. അല്ലെങ്കിൽ ആ ഒരേ പാറ്റേണിൽ തന്നെ കഥാപ്രസംഗം പോകുന്നത് കൊണ്ടായിരിക്കുമല്ലോ മാറ്റമൊന്നുമില്ലാതെ ഒരാൾ നിന്ന് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് കൂടി ആലോചിച്ചതിന് മാറ്റം വരുത്തുന്നില്ല? അല്ല, ഞങ്ങൾ കൂടി ആലോചിച്ചാൽ തന്നെ ഞങ്ങൾ പരിവേഷം വരുത്താനെല്ലാം തയ്യാറാണ് എല്ലാവരും. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കാഥികരെ ഇപ്പോൾ ഒരുവിധം എനിക്കറിയാമല്ലോ സ്ഥിരപ്രതിഷ്ഠരായി നിൽക്കുന്ന കാഥികരെ എല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങൾ നടത്താം. ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്, പുരോഗമന കഥാപ്രസംഗ കലാസംഘടന. ഞങ്ങൾ പരിവേഷം കൊണ്ടുവരാന്നേ. കഥാപ്രസംഗത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മ്യൂസിക് സീക്വൻസ് എല്ലാം കൊണ്ടുവന്നു ആണല്ലോ. ആ ഒരു പരിവേഷത്തെ എന്നെ അംഗീകരിക്കുന്നുണ്ട്, മറ്റൊരു കാഥികൻ പിന്തുടരുന്നില്ല. എനിക്ക് കിട്ടുന്നത് ഏകദേശമുള്ള ഒരു സാമാന്യനെ എൻ്റെ ഓർക്കസ്ട്രയിൽ പറഞ്ഞേക്കണം, മറ്റുള്ള എക്സ്പെൻസ് ഒന്നുമില്ല. അവിടുത്തെ ഒരു സൗണ്ട് സിസ്റ്റം, ഈ 3 മൈക്രോഫോൺ, ഇതിൽ വെച്ചിട്ടാണ് ഈ ലോകം കാണിക്കുന്നത്. നമ്മൾ ഇനിയും പുതിയ പരിവേഷം ഇതിൽ വരുത്താം. ഇപ്പോഴത്തെ ഈ ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉള്ളതല്ലേ, ദൃശ്യപ്രാധാന്യം ഇതിൽ വരുത്താൻ പറ്റുന്നില്ലേ? പറ്റുമല്ലോ. കഥയുടെ അവതരണത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ആരും അങ്ങനെ പരീക്ഷണം കൊണ്ടുവന്നിട്ടോ സക്സസ് ആയില്ല. എന്തൊക്കെ പരീക്ഷണത്തിൻ്റെ മികവേറിയ യാത്ര ഞങ്ങൾ നടത്തിയാലും അതിൻ്റെ സാമ്പത്തികം തരാൻ സദസ്സ് തയ്യാറല്ല. അല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പഴയ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് കിട്ടിക്കൊണ്ടിരുന്ന 10,000-25,000 രൂപ കൊണ്ട് ഈ പരിപാടി നടത്താൻ മുതലാവൂല നമുക്ക്. കാരണം നിർബന്ധിതരാകും. നമ്മൾ അതിന് പോയിട്ട് എന്ത് പരിവേഷം കാണിക്കാനാ? പിന്നെ സ്ക്രീനിലാണ് ഒരു കാട്, ഭീമാകാരമായ കാടിനുള്ളിലേക്ക് അയാൾ കയറുകയാണ്. അവിടെ വന്യമൃഗങ്ങളുണ്ട്, അപകടം സംഭവിക്കും. ആ മാളത്തിൽ നിന്നൊരു പാമ്പ് അത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഈ അവതരിപ്പിക്കുമ്പോഴുണ്ടല്ലോ, ഈ അവതരിപ്പിച്ച രംഗം നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കഥാപ്രസംഗം മരിക്കുകയല്ലേ? അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് രംഗം കിട്ടി. ഭീമാകാരമായ കാട്, വന്യമൃഗങ്ങളുണ്ട്. വളരെ ഭയത്തോടു കൂടിയാണ് ചാന്നൻ ആ കാട്ടിലേക്ക് കയറിയത്. ആ മാളത്തിൽ നിന്നൊരു പാമ്പ്, ഇതിനെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ മാളം കാണുകയാണ്, പാമ്പ് ഇറങ്ങണ കാണുകയാണ്, നാക്ക് നീട്ടുന്നുണ്ട്. ഇതൊക്കെ വേറെ കാര്യം കൂടെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉത്സവ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും, എന്നാ പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് മാറുന്നില്ല, അത് കാണട്ടെ എന്ന് പറയും. അതുകൊണ്ട് അപ്പൊ ഇതിന്റെ മികവിനെ കുറിച്ച്, പരീക്ഷണങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഇത്തരമൊരു സാമ്പത്തിക സ്ഥിതി അവർക്ക് അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞത് തന്നെ പിന്നീട് ഒരു ദൃശ്യവൽക്കരണത്തിലൂടെ കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളത് ഇപ്പോഴത്തെ ഈ മ്യൂസിക് പാറ്റേണിൽ തന്നെ എന്തെങ്കിലും അടിപൊളി സംഭവം ഉണ്ടാക്കുക. പണ്ടത്തെ പാട്ട് ചപ്പളാം കെട്ടി അടിച്ചിട്ടുള്ള ആ സംഗീതത്തിൽ നിന്ന് മാറ്റം വരുത്തണം. ആ മാറ്റം പുതിയ റിഥമിക്കാണിപ്പോ. അതിപ്പോ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കണ കേട്ടോ, ഈ ഒരു റിഥമല്ലേ? ആ റിഥമിക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്ക്, ഇവന്റെ ഇളക്കം മാറും. അവൻ കഥാപ്രസംഗത്തിന് തുള്ളും, അവൻ കഥാപ്രസംഗത്തിനൊന്ന് പതിയെ ചലിക്കും. ഞാനതിലിടക്ക് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും ഇതൊക്കെ കഥയിൽ ചേർക്കുമ്പോഴേക്കും യങ്സ്റ്റേഴ്സൊക്കെ അവനൊക്കെ അപ്പൊ ഞാൻ കരുതി, ഞാൻ ഓർക്കസ്ട്രയോട് പറഞ്ഞ് നമുക്ക് ഹാർമോണിയം, പഴയ ഹാർമോണിയം പതിയൊന്ന് വലിയാം, കീബോർഡ്, നേരെ ഒരു റിഥം പാഡ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഡ്രം ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചുകൊണ്ട് അത്തരം ഒരു കഥാപ്രസംഗം. നിന്ന് സ്റ്റാൻഡിങ് സ്റ്റഡി ആയിരുന്നു നമ്മളെ കാഥികര്. ഇല്ല, നിങ്ങൾ 4 പേര് നിന്നിട്ട് മേശയുടെ നടക്കല്ല, നമ്മൾ മേശ അങ്ങോട്ട് മാറുകയാണ്. 4 പേര് മിമിക്രിക്കാർ പണ്ട് മൈക്രോഫോണിന് മുമ്പിലേക്ക് വേണമെങ്കിൽ നമ്മൾ നിരക്കുകയാണ്. ഈ കാഥികന് സ്വാതന്ത്ര്യമുണ്ട്. ഇവൻ നേരെ അടുത്ത രംഗം വരുമ്പോൾ ഒരു ലൈറ്റിംഗ് ഇഫക്റ്റ് വരികയാണ്. ആ ലൈറ്റിംഗ് ഇഫക്റ്റ് വന്ന് ഒരു രംഗം അവതരിപ്പിച്ച് വെച്ച് അടുത്തടി എന്നെ കാണുന്ന അപ്പുറത്താണ്, ഹാർമോണിസ്റ്റിൻ ഈ കീബോർഡുകാരൻ്റെ അപ്പുറമാണ്. അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ രംഗം അവതരിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത ഒരു ഓട്ടവും ചാട്ടവും. ഒരു അഭിനേതാവിൻ്റെ വ്യക്തതയോടുകൂടിയുള്ള ഒരു കാഴ്ചപ്പാട് ഈ കാഥികനുണ്ടെങ്കിൽ അവന് ചലിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല സ്ട്രെങ്ത്തിൽ കഥ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിവേഷത്തെ കുറിച്ച് സ്റ്റാൻഡ് മൈക്ക് ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ, വേറെ അങ്ങനെ സംവിധാനമുണ്ട്. ഇപ്പൊ നെക്ക് മൈക്ക് ഉണ്ട്, അതൊക്കെ വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു റൂട്ടിങ് നടത്തി ഇൻസ്ട്രുമെന്റിന്റെ ഈ അടിപൊളി മ്യൂസിക് ബഹളവും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അതിന്റെ ഒരു തനിമ അവരെ ആകർഷിക്കില്ലേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പരീക്ഷണങ്ങളാണ് സാർ. അതെ, അപ്പൊ അത്തരം കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് വരും. കാരണം എൻ്റെ കൂടെയുള്ളവർ
47 വർഷം ഞാൻ നിലനിൽക്കുന്ന 43 വർഷമായിട്ട് എൻ്റെ കൂടെ മാറാത്ത ആർട്ടിസ്റ്റാണ്. ഞാൻ ഇത്തരം പരിവേഷം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ സഹകരിച്ച ഹാർമോണിസ്റ്റ് അയാൾ എന്നിലൂടെയാണ് ജീവിച്ചത്. അംഗീകാരങ്ങൾ അദ്ദേഹത്തെ എനിക്ക് മാറ്റാനായിട്ടുള്ള മാനസികം ഭയങ്കര വ്യഥയാണ്, ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ അദ്ദേഹം വായിക്കാൻ പറ്റുന്ന കീബോർഡിൽ വായിക്കണമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഹാർമോണിസ്റ്റ് തന്നെയാണ്. ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടി അത് വഹിക്കാൻ സദസ്സിന് സാമ്പത്തികമില്ലതാണ്. അപ്പം അത്തരം ദുഃഖങ്ങളിൽ നിൽക്കുമ്പോഴേക്കും ഈ ഒരു പാറ്റേൺ ഓർക്കസ്ട്രയോട് കൂടി ആലോചിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 1 മണിക്കൂർ ടൈമിൽ ഒരു വെടിച്ചിൽ കഥ. സാറിന് ഈ ഒരു കലാജീവിതത്തിൽ ഏറ്റവും അധികം വ്യസനം തോന്നിയ ഏതെങ്കിലും ഒരു സംഭവം ഓർമ്മയിലെത്തുന്നുണ്ടോ? അച്ഛൻ്റെ കലയുമായി ബന്ധം അത് ഒരു നമ്മുടെ സാധാരണ ജീവിതത്തിൽ അല്ലല്ല, കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതിഷേധവുമായിട്ട് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ വാഴൂര് വാളും എടുത്തുകൊണ്ട് നേരെ വേദിയിലേക്ക് കയറിയ അച്ഛൻ്റെ വേദിയിലേക്ക്, ഇടക്കൊച്ചി പ്രഭാകരൻ അച്ഛൻ്റെ ആ ഒരു സംഭവം. അതാണ് ഞങ്ങളുടെ കാലത്ത്. ഇപ്പൊ പൊതു രാഷ്ട്രീയം, ഞങ്ങൾക്കുള്ള വിശ്വാസ രാഷ്ട്രീയം നേരെ പറയാൻ പറ്റില്ല. അവിടെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കൂട്ടിരിക്കുകയാണ്. എന്തിനാണ് സഖാക്കൾ വരെ ചോദിക്കുക, എന്തിനാണ് സഖാവേ ഇവിടെ അത് പറയാൻ പോലും ആരുമില്ല അന്ന്. പക്ഷെ അന്ന് ഇത്തരം വിപ്ലവ കഥകൾ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇടക്കൊച്ചി പ്രഭാകരൻ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് നിൽക്കുകയാണ് അവര് ചങ്ങല സൃഷ്ടിച്ചുകൊണ്ടാണ് നേരെ തൊടുപുഴ 6 നീന്തി കടക്കുന്ന സമയമൊക്കെ. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഞാൻ ഏകദേശം 10 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂട്ടത്തിൽ പോകും. ഈ ദുരന്തങ്ങളെ ചെറിയ വശങ്ങളൊക്കെ പേടിച്ച് വിറച്ചൊക്കെ കാഴ്ചയിൽ കണ്ടിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അപ്പൊ അങ്ങനെ ഒരു എന്തു വന്നാലും പ്രതികരിക്കാം. ഒരു ചലനമുണ്ടെങ്കിൽ ഇന്നത്തെ കഥാപ്രസംഗത്തിൽ ഈ നവാഗതരായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന അവർക്ക് പരിചിതരല്ലാത്തവർക്ക് ഗ്രൗണ്ടിലൊരു സംഭവം ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ പോലും നാക്കുളുക്കും. അക്ഷരമില്ല, വായനയില്ല, അത് തന്നെ ഒന്നുമില്ല. എന്തായാലും ഇടക്കൊച്ചി സലിംകുമാർ എന്ന പേര് വളരെ പ്രശസ്തമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നിരവധിയായ അംഗീകാരങ്ങൾ സാറിനെ തേടി എത്തിയിട്ടുമുണ്ട്. അതിലേറ്റവും സുപ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? പ്രധാനം സർക്കാരിൻ്റെ പുരസ്കാരമാണ് കേരള സംഗീത അക്കാദമി. ആദ്യത്തെ പ്രഥമ കലാശ്രീ പുരസ്കാരം എനിക്കായിരുന്നു 2012. കഥാപ്രസംഗന് അവാർഡ് കൊടുക്കുമായിരുന്നു. കലാശ്രീ എന്ന് പറയുന്ന ഒരു പുരസ്കാരത്തിൻ്റെ അത് ആദ്യം ലഭിക്കുന്നത് കാഥികൻ എന്ന നിലയിൽ എനിക്കാണ്. മറ്റ് കലകൾക്കൊക്കെ കലാശ്രീ കൊടുത്തിരുന്നു, കലാരത്ന കൊടുത്തിരുന്നു. ഇപ്പോൾ കലാരത്ന ഫെലോഷിപ്പ് ഉണ്ട്. കലാശ്രീ എന്നുള്ള ആ അവാർഡില്ല. അത് ഓരോ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കലാശ്രീ കിട്ടിയിട്ടുണ്ട്. സാംബശിവൻ സ്മരണ പിന്നെ സാംബശിവൻ സാറിൻ്റെ സ്മരണ പുരസ്കാരം, നവതിവർഷ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കെടാമംഗലത്തിൻ്റെ കാർത്തിക രത്ന പുരസ്കാരം അത് ലഭിച്ചിട്ടുണ്ട്. കഥാപ്രസംഗം തുടങ്ങിയ സ്വാമി സത്യദേവൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മണപ്പുറത്തുനിന്ന് NMCയുടെ പുരസ്കാരവും എനിക്കാണ് ലഭിച്ചത്. കഥാപ്രസംഗം ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഉത്കണ്ഠ കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് സാർ. ഈ കഥാപ്രസംഗം യഥാർത്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള അറിവ് വെച്ച് ഇതൊക്കെ ഈ നാടകമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തുടങ്ങിയൊരു കലയല്ലേ? തീർച്ചയായും. നാടകത്തിൻ്റെ ചരിത്രം നമുക്ക് ഇവിടുന്ന് ശരിയായ രീതിയിൽ ഒറ്റടി ചിന്തിച്ചാൽ നാടകം തുടങ്ങുന്നത് 1929 എത്തിച്ചേരും നമ്മൾ വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പക്ഷെ അതിനു മുമ്പ് നാടകം എഴുത്തുണ്ട്. ഇവിടെ എഴുത്ത് ആശാൻ എഴുതിയിട്ടുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ നാടകം എഴുതിയിട്ടുണ്ട്, വള്ളത്തോളിൻ്റെ നാടകമുണ്ട്. ഇവരൊക്കെ നാടകം എഴുതിയിട്ട് നാടകം അവതരണയോഗ്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്പൂതിരി യോഗക്ഷേമ സഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള അപച്യുതികൾ വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു ഭട്ടതിരിപ്പാട് സഖാ VMSന്റെ എല്ലാ സഹായത്തോടു കൂടി നാടകരംഗത്തേക്ക് വരുന്ന ഒരു കാലയളവ് ഓർമ്മിക്കാൻ അതേ ഉള്ളൂ. പക്ഷേ കഥാപ്രസംഗം തുടങ്ങുന്നതോ 1924 കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് നാടകത്തിന് ചരിത്രം. പക്ഷേ നാടകത്തിൻ്റെ ചരിത്രം നമ്മൾ ശരിയായ രീതിയിൽ ഒരു നാടകകാരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ 1903 മുതലേ ഉള്ള ചരിത്രം അവർക്ക് പറയാനുണ്ട്. മറിയാമ്മ മുതൽ ലക്ഷ്മി കല്യാണം KC കേശവപിള്ളയുടെ അതൊക്കെ മുതൽ അവർക്ക് ചരിത്രം പറയാനുണ്ട്. പക്ഷെ നമുക്ക് അഭിമാനപൂർവ്വം ഈ ഹരികഥാ കാലക്ഷേപത്തിൽ നിന്നും തുടങ്ങിയ കലാരൂപം ശരിയായ രീതിയിൽ കേരളത്തിൽ തുടങ്ങാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ കല ഇവിടെ രൂപപ്പെട്ടു. സ്വാമി സത്യദേവൻ എന്ന നീലകണ്ഠ ഭാഗവതർ ആദ്യമായി സംഗീത വിദുഷിയായ അദ്ദേഹം കഥാപ്രസംഗം പറയുന്നു. ആദ്യത്തെ കഥ ചണ്ടാല ഭിക്ഷകി അവതരിപ്പിച്ച സ്ഥലം നമുക്ക് എറണാകുളത്ത് ചേന്ദമംഗലം KK എളപ്പൻ ആശാൻ ഒരുക്കി കൊടുത്ത സേവപ്പന്തലിൽ ആദ്യത്തെ കഥ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് കഥാപ്രസംഗ ചരിത്രം തുടങ്ങുന്നത്. അതോടുകൂടി കഥാപ്രസംഗകർ ഇങ്ങോട്ടേക്ക് കൂപ്പുകുത്തി ഇറങ്ങി. ഇതൊരു നല്ല സതുദ്ദേശപരമായ കാഴ്ചപ്പാടുള്ള കഥയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയവർ
കവിത്രയങ്ങളെ മാത്രം ആശ്രയിച്ചു എന്ന അതൊക്കെ ലംഘിച്ചുകൊണ്ട് നേരെ 3 പേരുടെ എത്തിച്ചേരലാണ് ഞാൻ പറഞ്ഞ കടാമംഗലവും വി സാംബശിവനും എടക്കൊച്ചി പ്രഭാകരനും ഒക്കെ ശേഷം. കാരണം ഇവർക്ക് ആധിക ത്രയങ്ങൾ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കാലയളവിൻ്റെ അടുപ്പമുണ്ട്. 44 കടാമംഗലം, 49 വി സാംബശിവൻ, 50 എടക്കൊച്ചി പ്രഭാകരൻ. ഇവർ 3 പേരുമാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. അന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല അവരുടെ ഒരു പറയുമ്പോ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിയായിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി വേദിയിലൂടെ പോരാടിയവരാണ്. അതൊക്കെ ശരിയാണ്, തർക്കമില്ലാത്ത അല്ലേ? ഒരു സംശയം. സാറിന് എത്ര അധികം, ഒരുപക്ഷെ അത് കൃത്യമായ കണക്കുണ്ടാവില്ലെങ്കിൽ പോലും എത്രയധികം കഥകൾ പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു പ്രൊജക്റ്റ് എന്താണ്? ഞാൻ അവതരിപ്പിച്ച കഥകൾ ഇപ്പൊ 10,000-ൽ ഏറെ കഴിഞ്ഞിട്ടുണ്ട്. 10,000 വേദികളിൽ പിന്നിട്ട് കാണാം. 10,000 വേദികള്. ഇന്നത്തെ ഒരു കലാകാരന് ഇതൊക്കെ ചിന്തിക്കാൻ സാധിക്കും. 10,000 വേദികൾ. തീർച്ചയായിട്ടും കേരളത്തിനകത്തും പുറത്തും. പുതിയ പ്രൊജക്ട് എന്താണ്? പുതിയത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഒരു കഥ, ഈ നാടിനുണ്ട് ഒരു സ്പാർട്ടക്കസ്. ഈ നാടിനുണ്ട് ഒരു സ്പാർട്ടക്കസിലേക്ക് പോകും. റോമൻ അടിമത്തം അനുഭവിച്ച ഹർഷകുമാർ അവതരിപ്പിച്ച സ്പാർട്ടക്കസിലേക്ക് പോകും. കഥ അയ്യങ്കാളിയാണ്. ഈ നവോത്ഥാന കാലയളവില് സമാധാന ചിത്തരായി, ശാന്തസ്വരൂപരായി ഇവിടെ ഇളക്കിമറിക്കാൻ നടന്ന ഒരു നവോത്ഥാന സംഘത്തില് ആയുധവും എടുത്തുകൊണ്ട് നേർവഴിക്ക് നടക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പണിമാറ്റം എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹമാണ് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഒരു ഹീറോ അല്ലേ? അദ്ദേഹത്തിന്റെ ലൈഫാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എല്ലാവരും അയ്യങ്കാളി എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടാണ്. ആ സമുദായം മാത്രം നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്ന രീതി, അത് അയ്യങ്കാളിയുടെ കഥയാണ്. വേഗം മറ്റു ജാതിക്കാരുണ്ടെങ്കിൽ കണ്ടോ. അപ്പൊ അങ്ങനെ വേണ്ടെന്ന്. ഈ നാടിനുണ്ട് ഒരു സ്പാർട്ടക്കസ്. അവര് കേട്ട് കഴിഞ്ഞിട്ട് ഇയാളെ നിശ്ചയിക്കട്ടെ. അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ആ കഥ പോവുകയാണ്. ഒപ്പം എൻ്റെ 61ാമത്തെ കഥയായിട്ട് അത് മാറുകയും ചെയ്യും. 60ാമത്തെ കഥ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ലോറൻസ് പുളിയനത്ത് അച്ഛൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛന് ഒരു മഗ്ദലന മറിയം പുസ്തകവും 13 രൂപയും അച്ഛൻ്റെ ദയനീയതയിൽ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു വൈദികനുണ്ട്. മൺമറഞ്ഞുപോയി. 61 കാലയളവിലാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഈ അടുത്താണ് അവതരിപ്പിക്കപ്പെട്ടത്. പാവങ്ങളുടെ അപ്പോസ്തലൻ. വല്ലാർപാടത്തമ്മ അതറിഞ്ഞിട്ട് അവിടെ വന്നു. അവർ പറഞ്ഞു. അപ്പോൾ ഈ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ആളുകൾ അവതരിപ്പിക്കുക എന്ന നിലയിലേക്ക് പോവുകയാണ്. ഇത് എൻ്റെ മനസ്സാ തോന്നിയ ഒരു കഥയാണ് ഇത്. സ്പാർട്ടക്കസ് കഴിഞ്ഞു. അതിന്റെ വർക്ക് ഏറെക്കുറെ സ്ക്രിപ്റ്റ് വർക്കിലാണ്. അപ്പോൾ അത് രചനയല്ല. ഞാൻ ഏകദേശം ഒരു 22ഓളം കഥകൾ എൻ്റെ സ്വന്തം കഥയാണ്, സ്വന്തമായിട്ട്. മറ്റ് സാഹിത്യകാരന്മാർ ഇബ്സനുണ്ട്, ആന്റൺ ചെക്കോവ് ഉണ്ട്, അതുപോലെ റീനോസ് കാഗതഗവ, അങ്ങനെ വിദേശ സാഹിത്യകാരന്മാരുടെ കഥകൾ ഒരു 10-12ഓളം കഥകൾ അത് പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രമായ കഥകൾ ഒരു 20-ൽ പരമുണ്ട്. അത് സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ്, ഒരു കഥയുടെ പേര് അതാണ്. സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ്. ആളുകൾ ഈ പുതിയ വാട്സപ്പ് തലമുറ ഒന്ന് കേട്ടിരുന്നേ. അവർക്ക് കേൾക്കുമ്പോഴേക്കും വാട്സപ്പ്, അതിന്റെ ദുരുപയോഗം, ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പൊ ഈ അത് പിന്നെ ലഹരി മരുന്നുമായിട്ടുള്ള ബന്ധം, അങ്ങനത്തെ കുറേ യാത്രകൾ, പുതിയ തലമുറയുടെ ആ ദുർയാത്രകൾ ശരിക്ക് വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ്. ഡേഞ്ചർ സോൺ. ഇന്നത്തെ ഈ സ്ത്രീ വാണിഭം ഒരുപാടുണ്ട്. ഒടുവിൽ അവർ നിരപരാധികളാണ്, പുരുഷൻ കുറ്റവാളിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആ ഒരു രീതിയിലേക്കുള്ള ഒരു വഴിമാറ്റം, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതും എന്നാൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് കഥ അവതരിപ്പിക്കുന്ന ഡേഞ്ചർ സോൺ. ഞാൻ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ മറ്റൊരു വികസന സങ്കല്പമായിട്ട് വന്നിട്ടുള്ള ഒരു കഥ, ഒരു മെന്റൽ ഹോസ്പിറ്റലും കാര്യങ്ങളും, അങ്ങനെ കഥകൾ. 100-ൽ പരം ശിഷ്യഗണങ്ങൾ, 100ഓളം കുട്ടികൾ ആ കഥാപ്രസംഗ രംഗത്ത് നിലനിൽക്കണ്ടേ. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ 19ഓളം പേര് ഇങ്ങോട്ട് തെക്ക് പുറത്തേക്ക് വെള്ള തുണിയും വിരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പണിക്ക് ഇവിടെ ആള് വേണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധി. അതിൽ കുറെ കുട്ടികൾ വീട്ടിൽ വരുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നോ ആ എനർജി കൊടുത്തുകൊണ്ടാണ്. അല്ലാണ്ട് അവൻ കഠാര എടുത്തുകൊണ്ട് അവനെ കല്ലെടുത്തെറിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ചോരൊഴുകി അമ്മേ ഇങ്ങനെ പറഞ്ഞാല് അവരിരിക്കില്ല. കത്തിയെടുത്ത കത്തിയാണ്. ആ ഒരു സ്ട്രെങ്ത് കുട്ടികൾക്ക് പകർന്നാൽ ആ പകർന്നാട്ടം കുട്ടികളിലുണ്ട്. സാർ, ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ എറണാകുളം, കൊച്ചി സിനിമയുടെയും കലയുടെയും ഒക്കെ ഒരു സംഗമ ഭൂമി കൂടിയാണ്. ഈ പുതിയ തലമുറയും പഴയ തലമുറയൊക്കെ വെച്ചുകൊണ്ട് ഒരു കഥാപ്രസംഗത്തിൻ്റെതായ ഒരു വേദി ഉണ്ടാക്കുന്നതിന് സാറിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ലേ? അങ്ങനെ ഒരു നല്ല നിർദ്ദേശമാണ്
നല്ല ഉപദേശമാണ്. അത്തരം ഒരു ആലോചന നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ 14 ജില്ലയെ എടുക്കണം. കൊല്ലത്ത് നടന്നു സാർ, കൊല്ലത്ത് നടന്നു. ഇനി അതിലുപരി എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്മാരക കലാമന്ദിരം ഇപ്പൊ ഈ ആലോചന എല്ലാം നടക്കുന്നതിന് മുൻപേ 2011 ആ സംഘടന 10 കഥാപ്രസംഗം നടത്തിയത്. അടുത്ത വർഷം 11 കഥാപ്രസംഗം നടത്തിയത്. അങ്ങനെ കഥാപ്രസംഗ മേള ആരുടെ? കുട്ടികളിലായിരുന്നു, എല്ലാം പ്രൊഫഷണലുകളായിരുന്നു. പിന്നീട് ഞാൻ നടത്തിയത് കുട്ടികളെയായിരുന്നു. ഈ വരുന്ന കുട്ടികളെ കൊണ്ടെല്ലാം അവതരിപ്പിച്ചു. ഇപ്പൊ നമുക്ക് അല്പം ഒരു വെളിച്ചം കിട്ടാൻ സാധ്യതയുള്ള കേരള സംഗീത നാടക അക്കാദമി ഒരു ശില്പശാല നടത്താൻ പോകുന്നു. കുറച്ച് കുട്ടികൾക്ക് അവസരം, കുറച്ച് പ്രൊഫഷണലുകൾക്ക് അവസരം, അങ്ങനെ കൊടുക്കാൻ പോകുന്നു. അത് പ്രായപരിധിയിൽ അവർക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്, 15 മുതൽ മേലോട്ട്. അപ്പൊ ഹൈസ്കൂൾ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവരെല്ലാം ഒന്ന് പരിപോഷിപ്പിക്കണമെങ്കിൽ ഏജിന്റെ ലിമിറ്റ് മാറ്റണം. അപ്പൊ ആ താഴെക്കടയിലുള്ള 7ാം ക്ലാസ്സുമുള്ള കുട്ടിയെ വരെ പരിഗണിക്കണം. അങ്ങനെ ഒരു ചെറിയ കുറവ് വിളിച്ചറിയിച്ചിട്ടുണ്ട്. മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഒരു ശില്പശാലയെ കുറിച്ചുള്ള ഒരുക്കം അവിടെ നടന്നെങ്കിലായി. മാർച്ച് മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചാനൽ 91ന്റെ ഈ ഒരു ശ്രേഷ്ഠ സംരംഭം, അതിന് സർവ്വവിധ പിന്തുണയുണ്ട്. അത് ഒരുക്കുക, അതൊരു കണ്ടശ പ്രോഗ്രാമായിട്ട് ചാനലിലൂടെ നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. അതിനനുസരിച്ചുള്ള എത്ര കുട്ടികൾ വേണമെങ്കിലും ആ കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാം. അല്ല, നമുക്ക് ഞാനത് പറയാൻ കാരണം ഇപ്പൊ ദേവൻ സാർ ചാനലിന്റെ MD, അദ്ദേഹത്തിന് ഇത്തരം നിരവധിയായ ഐഡിയകളുണ്ട്. കാരണം ഈ ഒരു ചാനൽ ഒരിക്കലും ഒരു ദൃശ്യമാധ്യമത്തിനും അപ്പുറം അരങ്ങിൽ കലയെ ഉണർത്തുക എന്നുള്ള ചില സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ പ്രശസ്ത കലാകാരനായ ലാൽപ്രിയൻ സാറൊക്കെ ഈ ചാനലിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമയുടെ തിരക്കിലൊക്കെയാണ്. ബോധി എന്ന് പറയുന്ന ഒരു ചാനലിനെ നയിക്കുന്നത് തന്നെ അദ്ദേഹമാണ്. അപ്പോൾ ഒരു വലിയ സംഘം ഈ ചാനൽ 91നോടൊപ്പം ഉണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു വളർച്ചയുടെ കാലഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ അങ്ങയോടൊപ്പം അല്ലെങ്കിൽ ഈ കലയോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ലാൽപ്രിയൻ എനിക്ക് അറിയാവുന്ന എൻ്റെ അടുത്ത മിത്രമാണ്, ഒരു നാടക കുടുംബാംഗമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വലിയൊരു നാടകക്കാരൻ, ജ്യേഷ്ഠൻ, ഈ പ്രിയന്റെ ജ്യേഷ്ഠൻ. ഈ ബോധിയിൽ ഗംഭീരമായ കുറിച്ചുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായും നല്ല കലാകാരനാണ്. ശരിക്ക് ജനമനസ്സുകളെ തൊട്ടറിയുന്ന പ്രതീക്ഷയാണ്. തീർച്ചയായും കഥാപ്രസംഗങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം അത് ജനത്തിൻ്റെ സമത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. ഒരു ചെറിയ ഇടവേളയായി കണക്ക് കൂട്ടിയാൽ മതി. അരങ്ങിൽ എത്തുവാൻ വേണ്ടി അണിയറയിൽ കഥാപ്രസംഗത്തിൻ്റെ പുതിയ രൂപങ്ങൾ ഒരുങ്ങുന്നുണ്ട്. സമയ ദൈർഘ്യം കുറച്ചുകൊണ്ട്, സംഗീതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഒക്കെ മറ്റൊരു കലാരംഗത്തെ തീക്കാറ്റായി കഥാപ്രസംഗം ഉടൻ തിരികെ എത്തി. നാടകങ്ങൾ പോലെ കഥാപ്രസംഗ പ്രേമികൾ അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. തിരക്കിനിടയിലും, സത്യത്തിൽ അങ്ങനെ തിരക്കാണെന്ന് നമുക്കറിയാം, സ്ഥിരമായിട്ടുള്ള ഡയലോഗല്ല, ചാനൽ 91നോടൊപ്പം വരുവാൻ, കാഴ്ചപ്പാടുകൾ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ കാണിച്ച സന്മനസ്സിന്, കലാഹൃദയത്തിന് സ്നേഹപൂർവ്വം നന്ദി. ഒത്തിരി നന്ദി. ചാനൽ 91നും അങ്ങേക്കും ഇതുമായി ബന്ധപ്പെട്ട 91ലെ എല്ലാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ഇതുപോലെ തന്നെ ലോക മലയാളികൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു താരത്തിനോടൊപ്പം ഉടൻ കാണാം. അതുവരെ ഗുഡ് ബൈ.